മിൽക്ക് മെയ്ഡ് ഇനി നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച മിൽക്ക് മെയ്ഡാണ് ഇട്ടത്. 210 ഗ്രാമിന് 89 രൂപയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് വീട്ടിൽ സ്വന്തമായിട്ട് തന്നെ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാമെന്ന്. ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. പാലിന് പകരം വെള്ളം യൂസ് ചെയ്യുക, പക്ഷെ പാലായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുക. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ 2 വലിയ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ 2 ചെറിയ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ 2 നുള്ള ഏലക്കപ്പൊടിയും കൂടി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ബൗളിൽ സ്ഥലം കുറവായതുകൊണ്ട് തന്നെ ഞാൻ പാനിലേക്ക് എല്ലാം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ ഇതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നത്. പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി കട്ട പിടിക്കാണ്ട് ഇത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോഴും ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലേ. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ചെറു തീയിൽ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് അടിയിൽ പിടിക്കാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 8 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും മിൽക്ക് മെയ്ഡ് ഏകദേശം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ മിൽക്ക് മെയ്ഡിൻ്റെ പണി. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് മിൽക്ക് മെയ്ഡ്. ഇനി പായസം ഉണ്ടാക്കുമ്പോഴും ഇനി എന്ത് സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോഴും ഒരു പിശുക്കും കാണിക്കാതെ മിൽക്ക് മെയ്ഡ് നമ്മൾ ആവശ്യാനുസരണം നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.